കുരുടനും ഊമനുമായൊരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കിയത് കണ്ട പുരുഷാരം ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് ചോദിച്ചതിന് കേട്ട പരീശന്മാർ പറഞ്ഞത്, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇവരുടെ നിരൂപണം അറിഞ്ഞ യേശു, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ നിലനിൽക്കുകയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. പിന്നെ യേശു പറയുന്നു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവരോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. ആത്മാവിനാൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെ ആരെങ്കിലും ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കുകയില്ല എന്ന് വചനം പറയുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെയും ഒരു വാക്കുകൊണ്ട് പോലും ദൂഷണം പറയാതിരിക്കട്ടെ. ആമേൻ.